ലൈല ബി ക്വിക്ക്. നമ്മൾ എങ്ങോട്ടാണ്? സാറിന്റെ തിടുക്കും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വരൂ. സത്യം പറയണം, മുഹമ്മദ് എവിടെ? ഒക്കെ പറയാം. കമോൺ. Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തിന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടറൽ. സാർ ആരെ പറ്റി പറയുന്നത്? എന്നെ തന്നെയാണോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു. ആദ്യം അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാഹിബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ. ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താടോ കണ്ണും ഒന്നും കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്. ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ ജയിലർ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട സാർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം സാർ? സാർ, ആ പൗലോസ് ഒച്ചനെ പോലെ ഒരു നിസാറിനെ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ. മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്തു മുതൽ നെഞ്ചിലൂടെ ലങ്സും ലിവറും ഡയഫ്രോം കട്ട് ചെയ്ത് വിസറയിലെത്തി നിൽക്കുന്ന ആഴമേറിയ മുറിവ്. ക്ലോസ് ഇറ്റ് ആൻഡ് റീഡ് ദിസ്. സാർ, ഇതാ റോയി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ലേ? യാ. കോസ് ഓഫ് ഡെത്ത്, മരണകാരണം വായിക്കേ. നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ്, അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ്. എനിത്തിങ് മോർ? നത്തിങ് സർ. ഡോഗ് ബൈറ്റ്. ഇറ്റ്സ് എ ക്ലോസ് ഫയൽ. റീഓപ്പൺ ഇറ്റ്. ടേക്ക് പേജ് നമ്പർ 7. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലും നിസ്സാരമായി തള്ളിയ പേജ് നമ്പർ 7 വായിക്കേ. മരണകാരണമല്ലെങ്കിലും കഴുത്തിൽ നിന്ന് ലങ്സിനെയും ലിവറിനെയും ടച്ച് ചെയ്ത് വിസറ വഴി കടന്നു പോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. See the similarities. പൗലോസ് അച്ഛന്റെയും റോയ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മീൻസ് രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ മേർഡർ മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു. Am I right? Yes sir. ചില കുറ്റവാളികൾ അങ്ങനെയാണ്. അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും. റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രപാണി വെട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ക്രിമിനൽ ഷീസോഫ്രീനിയ. അതിവനുണ്ട് ചക്രപാണിക്ക്. ചക്രപാണി തന്നെയാണ് റോയി അലക്സിനെ കൊന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ സർ? അത് ഉറപ്പല്ലടോ സ്വാമി. അവന്റെ നാടക വാനിനെ റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണ് സർ. എടോ പരമ, ഇത് കോടതിയല്ല. ഇറ്റ്സ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. ഇവിടെ ഇല്യൂഷൻസും ഇൻറ്റ്യൂഷൻസും ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്. ഊഹാപോഹങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ടെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. Then take the list. ഏത് ലിസ്റ്റ്? ഷെട്ടിയുടെ ഔട്ട് ഗോയിങ് ടെലിഫോൺ കോൾസിന്റെ ലിസ്റ്റ്. എന്താ ട്രേസ് ഔട്ട് ചെയ്തില്ലേ? യെസ് സർ. സർ, എല്ലാ നമ്പറുകളും ട്രേസ് ഔട്ട് ചെയ്തു എക്സെപ്റ്റ് വൺ നമ്പർ 356525. എന്തുകൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല? അല്ല, ഇതൊരു അൺലിസ്റ്റഡ് നമ്പറാണ് സർ. ടെലിഫോൺ ഡയറക്ടറിയിൽ ഇല്ല. സർ, കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇത് പറയത്തില്ല. 356525 unlisted. Come on, let's make it enlisted. സർ, എങ്ങനെ? ഇമ്മീഡിയറ്റ് കോർട്ട് ഓർഡർ ഉണ്ടാക്കും അല്ലേ സർ? എടോ സ്വാമി, വെറുതെ തലച്ചോറ് വൃത്തികേടാക്കല്ലേ. നമ്പർ നമുക്കറിയില്ലേ. Just dial the number and find out. That's all. Yes sir. ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്ത മുങ്ങലല്ലേ മുങ്ങിയത്. നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേടാ മനുഷ്യനെ. ഉള്ള വേണ്ടാതിനല്ല ഫോണിൽ കൂടെ വിളിച്ചു കൂന്നേ. അത് നേരാ. എന്നാ വേണ്ട, പറഞ്ഞതിങ്ങി എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടെന്നാ? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം. അതങ്ങനെ എന്നോട് പറയുമോ?
ചക്രപണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ അത് പറ. ആ പുളുന്തൻ SP ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്താ. ആ അവിടെ തന്നെ പതുങ്ങിക്കോ, ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടുവാക്ക് നീ കോലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയുമോടി? ശ്ശോ, ഇങ്ങനൊരു മക്കുണൻ ഇരുട്ടുവാക്കിനെന്നല്ല നട്ടപ്പുറ വെയിലത്ത് പോലും ഒരവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാൻ നേരത്തെ ഇങ്ങ് വന്നേക്കണം. അതിന് എന്നാ ഞാൻ പോകുന്നേ? ആ പിന്നെ ആ ഇത് ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാലേ വണ്ടിയെ തന്നെ കിടന്ന് ഉറങ്ങിക്കോണം. ബാക്കിയുള്ളവർക്കൊന്ന് ഉറങ്ങാനുള്ളതാ. ഓ വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നോമാര് പാലയിലും രാമപുരത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഈ മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണങ്കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക് അല്ല, അകത്തേക്ക് വന്നോട്ടെ. അത് പിന്നെ ചോദിക്കണോ സാറേ? ഷോ എന്നാലും എന്റെ സാറേ എന്നാ ഒരു വരവായിപ്പോയി ഇത്. മണി എത്രയെന്നാ വിചാരം? 2 കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുമെന്ന് സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ഗ്ലെയർ അടിച്ചു. റൂട്ട് മാറ്റി ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല മൂപ്പർ എവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം. ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ് വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ട് വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത്. മിസ്സസ് ആലിസ് ജോൺ വെർഗസിന് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ can I get Mr. ചക്രപാണി? അല്ല സാർ എന്നായി പറയുന്നേ? മൂർത്തി സാർ, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ അത് പറ. അത് പറ, എവിടുന്ന്? അതങ്ങ് പറ മോളെ.
മേക്കപ്പ് ഇത്തിരി ഓവറായി അല്ലേ? ഇപ്പൊ തന്റെ മുഖം കണ്ടാൽ ഒരു ടഫ് ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ? സി മിസ്റ്റർ ചക്രപാണി, ദാ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ ജസ്റ്റ് ഫോർ അവർ അസോസിയേഷൻ സേക്ക്. പ്രതിയെ തല്ലാൻ പാടില്ല, സോ ഞാൻ തന്നെ തല്ലിയിട്ടേ ഇല്ല. ഓക്കെ ഗ്രിഗറി? ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും റഹീം ഹാജി കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? കമോൺ. ഏത് കോടതി ശിക്ഷിച്ചാലും ഷെട്ടി സാറിനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രപാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് പൗലോസ് അച്ഛനെ കൊല്ലാൻ മാത്രമായിരുന്നു? അതെ. നോ. വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെപ്പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്ക് ആവശ്യം? ഹോമിസൈഡ്, നരഹത്യ, ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ വേറെയും. സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോസ് അച്ഛനെ വെട്ടിവീഴ്ത്തി. അതെ. ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായില്ല ചക്രപാണി. അതിനുവേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത്? അല്ല. പിന്നെ? കമോൺ, കണ്ടിന്യൂ. എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു. ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെത്തുന്നതും കാത്ത് ഷെട്ടി സാറിന്റെ പത്തേമാരി അവിടെ ഉണ്ടാവും. അവിടെ ഷെട്ടി ഉണ്ടാവുമോ? ഇല്ല. ബോട്ടുകാരെന്നെ കൊളംബോയിലെത്തിക്കും. അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർക്കും. സിംഗപ്പൂരിൽ എന്ത് ചെയ്യണമെന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ. കഴിഞ്ഞ സെപ്റ്റംബർ 18 നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു? റോയ് റഹീം ഹാജിയുടെ ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലെ? അതെ. മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രപാണി എന്ന പഴയ കട്ടൻ വലിക്കാരനെ അക്കാഡമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലെ? ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണ്യത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ലെന്നറിയാം. എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ്? ഞാനാണ്. എങ്ങനെ? പത്തേമാരി വഴി. എവിടെ? കൊളംബോയിലേക്ക്. അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത്? ഷെട്ടി സാറിന്റെ ഒരു ഏജന്റിന്. ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ. എനിക്കറിയില്ല സാർ. ഇതെന്താണെന്ന് അറിയൂ?
അറിയോ? അറിയില്ല. അറിയില്ല. ഇത്രയും ഷോക്കിംഗ് എവിഡൻസ് ഉള്ള എഫ്ഐആർ ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല. ഹോറിഫൈങ് റിയാലിറ്റി. കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതണ്ട. രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടാകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നരേന്ദ്ര ഷെട്ടിയെ അറസ്റ്റ് ചെയ്തില്ല? ക്ഷമിക്കണം, ഞാൻ തെല്ല് വൈകിപ്പോയി. പക്ഷേ അറസ്റ്റ് ചെയ്താലും നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ കഴിയും സാർ? ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ കോടതിയുടെ മുമ്പിൽ ഇവ ഓരോന്നും കടങ്കഥകളാൽ ആക്കി തീർക്കും. രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ക്രിമിനൽ ലോയേഴ്സ് ഷെട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങും. ഉത്തമ ബോധ്യത്തോടെ ഞാൻ എഴുതിയ ഈ പൂർണ്ണ സത്യങ്ങളെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള വക്കീലിന് നിമിഷങ്ങൾ മതി. ശിവറാമിന്റെ മൊഴിയും കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും അയാൾക്കെതിരായുള്ള തെളിവുകളല്ലേ? പട്ടാള കോടതി കോർട്ട് മാർഷൽ കഴിച്ച് രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിവറാമിന്റെ മൊഴികൾക്ക് സിവിൽ കോടതിയിൽ എന്ത് വിലയാണ് ഉണ്ടാവുക സർ? ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന മിലിറ്ററി ലേബലും പേറി നിൽക്കുന്ന അവനെ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ഞാൻ കുറ്റവാളിയാകും. എനിക്ക് കൂട്ടുന്നതിന് അങ്ങ് രാജ്യദ്രോഹിയാവും, രാജിവെക്കേണ്ടി വരും. പിന്നെ എന്താ ഇനി ചെയ്യുക? പിന്നെ കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും കോടതിയിൽ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താണ് സർ ഉറപ്പ്? ഒരു ലേത്ത് ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മെറ്റാലിക് പീസ് AK-47 സ്പെയർ പാർട്ടാണെന്ന് സംശയരഹിതമായി നമുക്കെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും? കാരണം പിടിച്ചെടുത്ത പാർട്സ് ഗവൺമെന്റ് അംഗീകൃത എക്സ്പോർട്ട് ലൈസൻസോടെ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നവയാണ്. അവിടെ ആവാം തോക്കുകൾ അസംബിൾ ചെയ്യുന്നു. ഞങ്ങൾ പിടിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്പെയർ പാർട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കപ്പെടുന്നത്, അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ? ഷെട്ടിയും ബ്രിഗേഡിയർ ബർവയും മാത്രമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? സെൻട്രൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഗണ്ണുകളാണോ 100 കോടി ഭാരതീയരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ ജവാന്റെ കയ്യിൽ മടങ്ങിയെത്തുന്നത്? 36 മണിക്കൂർ ഇന്ത്യൻ സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത നമ്മുടെ പ്രധാന ശത്രുവിനോട് ഏറ്റുമുട്ടി ആണ്ടുതോറും മരിച്ചു വീഴുന്ന ഇന്ത്യൻ സേനയുടെ അംഗസംഖ്യ എത്രയാണെന്ന് സാറിനറിയൂ? അത് ചില പരിഷ്കൃത യൂറോപ്യൻ രാജ്യങ്ങളുടെ ടോട്ടൽ മിലിറ്ററിക്ക് തുല്യമാണ്. രാജ്യരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ ഒരു സാധാരണ ജില്ലാ പോലീസ് സൂപ്രണ്ടായ എനിക്ക് അധികാരമില്ല. കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രതികളെയും സെൻട്രൽ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ. എന്തിന്? കൊള്ളാവുന്ന ഒരൊറ്റ കേസെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ അവരിതുവരെ? കിഴക്കോട്ടേക്ക് വെടിവെച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന പീരങ്കി കേസ് എന്തായി? അതൊക്കെ എന്തോ ആവട്ടെ. നമ്മൾ മലയാളികളാടോ. രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന ഒരിടപാടിനും നമുക്ക് കൂട്ടു നിൽക്കാനാവൂല. അവിടെ ഭരണകക്ഷിയില്ല, പ്രതിപക്ഷവും ഇല്ല. അതിനാരും ഒട്ട് സമ്മതിക്കുകയില്ല. തന്നെ പോലെ ആത്മാർത്ഥതയും വിശ്വസ്തതയുമുള്ള ഒരു ഓഫീസർക്ക് മാത്രമേ ഈ കേസ് തെളിയിക്കാൻ കഴിയൂ. എന്ത് നിയമ തടസ്സമുണ്ടായാലും നീ തന്നെ ഈ കേസ് അന്വേഷിക്കണം. സർ, ഇതിൽ ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിന്റെയും എലമെന്റ്സ് ഇല്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ കുറ്റവാളികളെ പിടികൂടി രാജ്യത്തിന് സമർപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട്. പക്ഷേ ഒരു പോലീസുകാരനായ എന്റെയും വെറും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ സാറിന്റെയും അധികാരങ്ങൾക്ക് പരിധികളുണ്ട്. അത് നമ്മൾ ലംഘിച്ചുകൂടാ. ഞാൻ എന്തായാലും ചെയ്യേണ്ടത്? An immediate and ultimate official action. Contact the Honorable President of India.
വെൽക്കം സർ. ക്യാപ്റ്റൻ നരേഷ് യാദവ്. വെൽക്കം ടു ദ BSS. താങ്ക് യു. സർ. യെസ്, പ്ലീസ് കം. Thank you, Mr. Mohammed. യു ആർ വെൽക്കം. Thank you. നിങ്ങള് ഇന്ന് തന്നെ മടങ്ങാണല്ലേ? ഇല്ല, മടക്കം നിന്നെ കൂടാതില്ല. വിൽ വെയിറ്റ്. നമ്മൾ ഒരുമിച്ച് തന്നെ മടങ്ങും. ഓക്കെ? साहब, टाइम हो गया, चलिए. मोहम्मद गिरिधर बरुआ. Yes, Brigadier Giridhar Barua. No, he's trapped. Shut. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.